ഭർത്താക്കന്മാർ ഭാര്യമാരോട് അമാനത്ത് വീട്ടണം. ഇന്നാള് നോക്കുമ്പോൾ ഒരു ചെറിയ മൊയിലാർ നമ്മളെ ദർസ് പഠിച്ച മൊയിലാരനെ, അവനെ പറ്റി എന്തെല്ലോ കേട്ടപ്പോൾ അവനെ വിളിപ്പിച്ചതാ. അവൻ ശൈഖാകുന്നു കേട്ട് അങ്ങനെയാ വിളിപ്പിച്ചത്. അങ്ങനെ വിളിപ്പിച്ച് ചോദിച്ചപ്പോൾ വേറൊരുത്തന്, അവൻ അനുകൂലമായിട്ടുള്ള വേറൊരുത്തന്, അവൻ നമ്മളടുത്ത് പഠിച്ചതന്നെ, അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഇവൻ ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ കരയും. അത് കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നിയാണെന്ന്. അവൻ ചോദിച്ച്, എൻ്റെ കൂടെയുള്ള ഉസ്താദ് ചോദിച്ച്, അല്ല അവൻ കല്യാണം കഴിച്ചില്ലേ? ഉണ്ട്, കല്യാണം കഴിച്ച് മക്കളുണ്ട്, പിന്നെ എങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ ചോദിച്ചാൽ. നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ട് വേറൊരുത്തൻ്റെ വീട്ടിലാണ് കിടന്നുറങ്ങേണ്ടത്. നിവൃത്തിയില്ലാതെ അയാൾ ചിലപ്പോൾ ദൂരെ യാത്രയിലൊക്കെ ആകുമ്പോൾ വേണ്ടി വരും. ഞാൻ ഇന്നലെ എൻ്റെ രാത്രി എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയില്ല, ഞാൻ വേറെ മലപ്പുറം ജില്ലയിൽ വീട്ടിലാണ് കിടന്നുക, കാരണം ഞാൻ യാത്രയിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ സ്വന്തം വീട്ടിൽ പോയി ഉറങ്ങണം. അത് തന്നെ കുറേ വൈകിട്ട് വന്നാൽ പറ്റൂല. വീട്ടിൽ അമാനത്ത് വീട്ടണം, അവനവൻ്റെ ഭാര്യമാരോട് ഹക്കുണ്ട്. ചിലരുണ്ട് ഓവുകാലത്ത് പല്ലിൽ നിന്ന് നേരം വെക്കും ചെറുപ്പക്കാർ, കല്യാണം കഴിച്ചിട്ട് ഓവുകാലത്തിൻ്റെ മേലെ എത്തി കാപ്പിരിക്കല. അത് പാടില്ല. നേരത്തെ തന്നെ വീട്ടിലെത്തണം. എന്നിട്ടോ ഭാര്യമാർക്ക് സന്തോഷം നൽകണം, അവരെ കൂടെ ജീവിക്കണം. നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് സൊറ പറഞ്ഞ് നേരം വെക്കാൻ പാടില്ല. നേരത്തെ തന്നെ കിടന്നുറങ്ങണം. ഇശാഇന്റെ ശേഷം സൊറ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാ. പിന്നെ ഓവാലത്തിന്റെ മേലാണ് പിന്നെ പറയണോ. അപ്പൊ പിന്നെ ഇൽമു പറയുന്നതിന് വലിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ് വേദം പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്, അത് ബുഖാരിയിൽ ഹദീസിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അമാനത്ത് വീട്ടണം, ഭാര്യമാരോട് നല്ല പെരുമാറ്റമായിരിക്കണം. ചിലരുണ്ട് അങ്ങാടിയിൽ നിന്നുള്ള വെറുപ്പ് തീർത്ത് ഭാര്യനോടാ തീർക്കുക. അങ്ങനെ ആയി പോകാൻ പാടില്ല. ഭാര്യനോട് ദേഷ്യം പിടിക്കാൻ പാടില്ല, ഭാര്യനെ തല്ലാൻ പാടില്ല, ഭാര്യനെ ചീത്ത പറയാൻ പാടില്ല. ചിലർ ഭാര്യന്റെ ബാപ്പാനെ പറയും, ഭാര്യന്റെ ഉമ്മാനെ പറയും, ബാപ്പാന്റെ ആങ്ങളെന്റെ കുറ്റം പറയും. ചിലപ്പോൾ ആങ്ങളെ ഇവനെ ഭരിച്ചിട്ടുണ്ടാവും, ഇവൻ ചിലപ്പോൾ വിസ എടുത്ത് കൊണ്ടുപോയിട്ട് ഇവന്റെ കച്ചവടം ചിലപ്പോൾ ആങ്ങളെ പിടിച്ചെടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ മനുഷ്യന്മാരെ ഹാല്. പക്ഷെ അതിന്റെ പേരിൽ ഭാര്യ ഉത്തരവാദിയല്ലല്ലോ. അതിന് അവളെ കസർത്തിയിരുന്ന കാര്യം ആ പാവപ്പെട്ട പെണ്ണിനെ മനസ്സ് വേദനിപ്പിക്കാൻ പാടുണ്ടോ? അത് വേദനിപ്പിക്കാൻ പാടില്ല. فلم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى. എല്ലാ ഏടുകളിലും ഗ്രന്ഥങ്ങളിലും പറഞ്ഞ വിഷയമല്ലേ അല്ലാ തസിറ വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ആങ്ങളന്റെ തെറ്റ് പെങ്ങളോ, പെങ്ങളെ തെറ്റ് ആങ്ങളെയോ, ഭർത്താവിന്റെ തെറ്റ് ഭാര്യയോ, ഭാര്യയുടെ തെറ്റ് ഭർത്താവോ അതാ വഹിക്കൂല. അവനവന്റെ തെറ്റ് അവനവൻ തന്നെ വഹിക്കേണ്ടി വരും. നേതാവിന്റെ തെറ്റ് അനുയായിയോ, അനുയായിയുടെ തെറ്റ് നേതാവോ വഹിക്കൂല. അവനവൻ ചെയ്ത തെറ്റിന് അവനവൻ തന്നെ വഹിക്കേണ്ടി വരും. അല്ലാത്ത സിറ വാസിറത്തും വിസ്റ ഉഖ്റാ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. മറ്റവൻ പ്രവർത്തിക്കൂന്നും വിചാരിച്ചിരിക്കണ്ട, നീ പ്രവർത്തിച്ചത് നിനക്കുള്ളതാണ്. ഇനി നീ മരിച്ചതിന് ശേഷം നിനക്കാരെങ്കിലും മയ്യിത്ത് നിസ്കരിച്ചിട്ടോ സദഖ ചെയ്തിട്ടോ നിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ടോ ദിക്റ് ചൊല്ലിയിട്ടോ പ്രാർത്ഥിച്ചിട്ടോ നിനക്ക് വല്ലതും കിട്ടുന്നുണ്ടെങ്കിലും അതും നീ പ്രവർത്തിച്ച വകയിൽ തന്നെയാണ്. കാരണം നീ മുസ്ലിമായല്ലോ, നീ മൂമിനായല്ലോ. അപ്പൊ നീ ആ മൂമിനാവുക, മുസ്ലിമാവുക എന്ന പ്രവൃത്തി നീ ചെയ്ത വകയിലാണ് നിനക്ക് അവൻ മയ്യിത്ത് നിസ്കരിച്ചപ്പോൾ ദോഷം പൊറുക്കുന്നത്. നീ മൂമിനായില്ലെങ്കിൽ, നിന്റെ ഒരു പ്രവർത്തനവും ഉണ്ടായില്ലെങ്കിൽ നിനക്കാര് മയ്യിത്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ആയത്തിന് ചില പണ്ഡിതന്മാര് പറഞ്ഞ തഫ്സീറാണത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് അമാനത്ത് വീട്ടണം, ഭാര്യനെ തല്ലരുത്. ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു, നമ്മൾ ബദർ മൗലിദ് ഓതുമ്പോൾ ദാറാനി റഹിമഹുല്ലാഹ് അന്ന ദുആ മുസ്തജാബൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദരിൻ, ബദരീങ്ങളെ പേര് പറഞ്ഞ സ്ഥലത്ത് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞു. അത് പറഞ്ഞ ആളെ ആരാ? അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ. അതാരാ? മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു മർഖദഹു. നിങ്ങളെ നാട്ടുകളാണ് മഹാനവറുകൾ ജനിച്ചത്, ഈ പ്രദേശത്താണ് മഹാനവറുകൾ ജനിച്ചത്. ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയ നാടാണ് എൻ്റെ നാടായ നാദാപുരം.
അതേപോലെ പാനൂരിൽ ദർസ് നടത്തിയിട്ടുണ്ട്, അതുപോലെ വാഴക്കാട് ദർസ് നടത്തിയിട്ടുണ്ട്. മലബാറിലെ ഇസ്ലാമിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം വഹിച്ച മഹൽ വ്യക്തിത്വമാണ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഹിജറ 1299 ഇപ്പോൾ AR നഗറായി അറിയപ്പെടുന്ന കൊടുവായൂരിലെ ചെപ്പിയാലം ഗ്രാമത്തിൽ ചെറുചാലിൽ അഹമ്മദ് എന്നവരുടെ മകനായി മുഹമ്മദ് ഖുതുബി മുസ്ലിയാർ ജനിച്ചത്. ചെപ്പിയാലം ജുമാഅത്ത് പള്ളിയുടെ പടിഞ്ഞാറ് വശമാണ് ജന്മവീട്. ആ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് മഹാനായ കണ്യത്ത് ഉസ്താദ് സദഖത്തുള്ള മുസ്ലിയാർ, കീഴന ഉസ്താദ്, കാങ്ങാട്ട് കുഞ്ഞബ്ദ മുസ്ലിയാർ, അതുപോലെ ബീരാൻകുട്ടി മുസ്ലിയാർ, കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ വലിയ വലിയ ബഹ്റൂകളായ അലിമീങ്ങൾ. ആ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദാണ് കുഞ്ഞഹമ്മദ് ഹാജി, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നവർ. അവരുടെ ഗുരുവര്യന്മാരിൽ ഒരു വലിയ മഹാനാണ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ. ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കിയതാണ് ബദർ മൗലിദ്. ആ ബദർ മൗലിദിലാണ് ശൈഖ് ദാറാനി റഹിമഹുല്ലാ, ശൈഖ് ദാറാനി റഹിമഹുല്ല പറഞ്ഞു എന്നാണ്. ആ ഉറങ്ങിപ്പോയ മുതഅല്ലിമീങ്ങളെല്ലാം ഒന്ന് വിളിച്ചത്. ശൈഖ് ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പിടിച്ച് ദവ്വാനിയൊന്നും ആക്കണ്ട. ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുആക്ക് ഉത്തരം കിട്ടും. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ ബദരീങ്ങളെ പേര് പറഞ്ഞിട്ട് ദ്വാരണം. അതുകൊണ്ടായി ബഹ്ലത്തുൽ ബദരിയ എല്ലാ സ്ഥലത്തും ചൊല്ലണം, ദുആക്ക് ഉത്തരം കിട്ടും. ആ മഹാനായ സുലൈമാൻ ദാറാനി റഹിമഹുല്ലയായിരിക്കുമ്പോൾ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനൊരു ദിവസം ഒരു കഴുതപ്പുറത്ത് കയറി, കഴുതപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കഴുതയെ അടിച്ചു. നിങ്ങളെ മലപ്പുറം ജില്ലയിലും ഭാര്യനെ അടിക്കുന്ന ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴുതേനെ അടിച്ചു. കഴുതാന്ന് പറഞ്ഞാൽ നിക്കാഹ് ചെയ്തൊന്നുമല്ലേ, ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഭാര്യ പൈസയെല്ലാം മലർക്കിയിട്ട് ധാരാളം പൊന്നെല്ലാം കൊടുത്തിട്ട് കല്യാണം കഴിച്ചതാ. അമ്മോശൻ പറഞ്ഞ എന്നെ അങ്കായത്തൊക്കെ ബിന്ദി, എൻ്റെ മോളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നു എന്നാ പറഞ്ഞു. കൂട്ടിച്ചേർത്ത് തന്നു, ഇനി അങ്ങോട്ട് രണ്ടാളും ഒന്നാണ് കേട്ടോ. അങ്ങനല്ലേ, നല്ല ചായപ്പൊടിയും പഞ്ചസാരയും പാലും നല്ല തിളക്കുന്ന വെള്ളവും കൂട്ടിച്ചേർത്താ എല്ലാറ്റിനും കൂടി ഒറ്റ പേരാ ചായ. അതാ ഫാമിലി. അപ്പോ കൂട്ടിച്ചേർത്ത് തന്നു പറഞ്ഞു അങ്കായത്തൊക്കെ ബിന്ദി. അപ്പൊ അയാൾ ഇങ്ങോട്ട് ഒരുപാട് ആളെ ഒന്നെന്നാ പറയുന്നത്, ഖബിൽതു നിക്കാഹഹാ, അവളെ കൂട്ടിച്ചേർത്ത് തന്ന് ഞാൻ കബൂൽ ചെയ്തു പറഞ്ഞു. പിന്നെ അടിക്കല് കൂട്ടിച്ചേർത്ത് അടിയാ. എന്നാ പിന്നെ നിന്റെ അഞ്ഞത്തേനല്ലേ അടിക്കട്ടെ. ഇത് കൂട്ടിച്ചേർത്ത് തന്നു കണ്ടല്ലേ സ്വീകരിച്ച്. പിന്നെ എങ്ങനെ അടി? ഭാര്യനെ എങ്ങനെ അടിക്കല്? ഭാര്യ എങ്ങനെ ചീത്ത പറയല്? നീ എന്നെ തന്നെ ചീത്ത പറയേ? ഒരിക്കലും അങ്ങനെ ആയി പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നാൾ ഒരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ബാപ്പയും ഉമ്മയും എന്നെ വീട്ടിൽ കയറാൻ പെടുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് സങ്കടം പറഞ്ഞ. അതെന്താന്ന് ചോദിച്ചാൽ, അത് എൻ്റെ ഭാര്യൻ്റെ പൊന്ന് എൻ്റെ സ്വന്തം പെങ്ങളെ കല്യാണത്തിന് കൊടുക്കണമെന്ന് ബാപ്പയും ഉമ്മയും പറഞ്ഞപ്പോൾ അവൾക്ക് അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് കൊടുക്കാൻ ഞാൻ നിർബന്ധിച്ചില്ല. അതുകൊണ്ട് എന്നെയും കയറ്റുന്നില്ല, പേർക്ക് ഭാര്യനെയും കയറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് ബാപ്പയും ഉമ്മയാ? അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഈ പെണ്ണിന്റെ പൊന്ന് പിടിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? പള്ളിക്കായ കൊല്ലാൻ പറ്റും? ഇപ്പൊ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതൊന്നും പറ്റൂല കേട്ടോ. നമ്മുടെ ഹക്കും ബാത്തിലൊക്കെ വേണം. ഈ മകന്റെ ഭാര്യന്റെ പൊന്നൊക്കെ നമുക്ക് എടുക്കാനുള്ളതൊന്നുമല്ല, അവർക്ക് അണിയാൻ വേണ്ടി ബാപ്പ കൊടുത്തതാണ്. അവരെ പൊരുത്തല്ലാതെ തൊടാൻ പറ്റൂല. പിന്നെ വാങ്ങിയിട്ട് പെങ്ങൾക്ക് കൊടുക്കൽ പിന്നല്ലേ. പൊരുത്തുണ്ടെങ്കിൽ എന്തും ചെയ്യും, അത് വേറൊന്നാണ്. സുഹൃത്തുക്കളെ, ഇപ്പൊ ഭാര്യനെ ആക്രമിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞ്, ഞാനും ഇങ്ങനെ കഴുതപ്പുറത്ത് പോകുമ്പോ, കഴുതനെ നിക്കാഹ് ചെയ്തൊന്നുമല്ല, പൈസയും കൊടുത്ത് വാങ്ങിയതല്ലേ, പോറ്റി വളർത്തിയതാ കഴുതയാ. ഈ കഴുത അങ്ങനെ പോകുമ്പോ കഴുതനൊന്ന് അടിച്ച് രണ്ടാമത് പിന്നെയും അടിച്ച്. കഴുത തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറയാണ്, അൽ ഖിസാസ് യൗമൽ ഖിയാമ, ഖിയാമനാൾ പകരം കിട്ടും കേട്ടോ. ഖിയാമനാൾ പകരം കിട്ടും. ഇൻസീത ഫഅക്സിർ വഇൻസീത ഫഅഖലിൽ. അതുകൊണ്ട് അടിക്കണമെന്നുണ്ടോ കൂടുതൽ? നിങ്ങൾക്ക് ഖിയാമനാൾ നല്ലോണം അടി കിട്ടണമെന്നുണ്ടോ? എന്നാൽ കൂടുതൽ അടിച്ചോളൂ.